കുറേ ആളുകൾ നമ്മൾ ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോകുന്നു, വിദേശത്ത് ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പ്, പിന്നെ US ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ഭൂരിഭാഗം ആൾക്കാരും അവിടെ സെറ്റിൽ ആവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ ആസ് എ കൺട്രി നമ്മൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിനകത്തൊരു നിയമ തടസ്സം? അതിൻ്റെ ഈ അവിടുത്തെ PR എടുക്കുന്നതിൻ്റെയും സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിൻ്റെയും ബേസിക് കാരണം അവിടുത്തെ പല സർവീസസും വളരെ കോസ്റ്റ്ലിയാണ്. ഉദാഹരണത്തിന് മെഡിക്കൽ ഫെസിലിറ്റീസ്, അവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന പല ബെനിഫിറ്റ്സും അല്ലെങ്കിൽ അവിടുത്തെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന പല ബെനിഫിറ്റ്സും അല്ലാത്ത ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോൾ നാച്ചുറലി ആളുകൾ അവിടെ പോയി ജീവിക്കുമ്പോൾ 15-20 കൊല്ലമൊക്കെ താമസിക്കുമ്പോൾ ഈ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കണം. അതേ സമയത്ത് ഇവരെല്ലാവരും നമ്മുടെ OCI കാർഡ് ഹോൾഡേഴ്സ് ആവാനും ശ്രമിക്കാറുണ്ട്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഈ ഓവർസീസ് സിറ്റിസൺ എനിക്ക് നേരിട്ടുള്ള ഉദാഹരണമുണ്ട്, നേരിട്ട് ഉള്ള അനുഭവമുണ്ട്. നമ്മുടെ റീയൂണിയൻ ഐലൻഡ്സിൽ ഞാൻ പോയപ്പോൾ റീയൂണിയൻ ഐലൻഡ്സിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നൊരു റിക്വസ്റ്റ്, ഇന്ത്യ OCI കാർഡ് അനുവദിക്കുന്നത് 4th ജനറേഷൻസ് മുൻപുള്ള ആളുകളുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ്. ഞങ്ങൾ 6 ജനറേഷൻ മുമ്പ് വന്നതാണ്, ഞങ്ങളെ ഇന്ത്യൻ സിറ്റിസണായിട്ട് അംഗീകരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചെയ്തു. ഞാൻ കരീബിയനിൽ ട്രാവൽ ചെയ്യുമ്പോഴും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇതേപോലെ ഞാൻ ചെല്ലുന്നതിന് കുറച്ച് ആൾ മുമ്പ് മോർജി അവിടെ ചെന്നിട്ട് അവിടെ ഒരു ബീഹാറി ഒറിജിനൽ ആയിട്ടുള്ള ആളായിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. സോ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് എനിക്ക് തോന്നുന്നു 4th ജനറേഷൻ ആൾക്ക് വരെ ഇത് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ഞാൻ അവിടെ മീറ്റ് ചെയ്ത ഒരു ഫാമിലിയെ, അവർ കാനഡയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ട്രിനിഡാഡിയൻസ് ആണ്, ഇന്ത്യൻ ഒറിജിനാണ്. അവർ ഞങ്ങൾ ഇന്ത്യ എന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കര എക്സൈറ്റഡ് ആവുകയും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ OCI കാർഡ് കിട്ടി, ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ ഇന്ത്യയിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ പണ്ടത്തെ 3 തലമുറ മുമ്പുള്ള റിലേറ്റീവ്സിനെ രേഖകൾ വെച്ചും DNA പരിശോധന നടത്തി കണ്ടുപിടിച്ചു എന്ന് അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് പറയുക. അതായത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആവുന്നത് വരെ ഈ 6 തലമുറ മുമ്പ് വന്ന ആൾക്കാർക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ ഇന്ത്യക്കാരനാവണമെന്ന് ആഗ്രഹിച്ചില്ല. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യക്കാരന് ഇന്ന് വിദേശത്ത് ഇന്ത്യൻ ഒറിജിനാണെന്ന് പറയുന്നത് ഒരു അഭിമാനത്തിൻ്റെ വിഷയമായിട്ട് മാറി. അതുകൊണ്ട് 6 ജനറേഷൻ മുമ്പ് പോയ ആൾക്കാർ അവർക്ക് ഞങ്ങൾ ഇന്ത്യക്കാരനാണ്, OCI കാർഡ് വേണമെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം സൂരിനാമിലെ അംബാസഡർ, ഡൽഹിയിലുണ്ടായിരുന്ന അംബാസഡർ ഉണ്ട്, അവരെന്നോട് പറയുന്നത് പിന്നെ എന്നോട് സംസാരിക്കുമ്പോൾ കേരളത്തിൽ മുരളിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്, can I call you ഏട്ടൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ ബംഗാളി, ബീഹാറിൽ നിന്ന് പോയ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയ ആളുകൾ, അവരുടെ ഇന്ത്യൻ ഒറിജിനിൽ അഭിമാനിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പുതുതായിട്ട് വരികയാണ്. അപ്പം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറ്റുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ഇന്ത്യയായിട്ടുള്ള റിലേഷൻ വിച്ഛേദിക്കുന്നു എന്നല്ല. OCI കാർഡുണ്ട്, OCI കാർഡ് അവർക്കുണ്ട്. ആ OCI കാർഡ് അവർക്ക് ഫ്രീ ആയിട്ട്, അവർക്ക് വിസ ആവശ്യമില്ല. OCI കാർഡ് ഉണ്ടെങ്കിൽ വിസ ആവശ്യമില്ല. എക്സെപ്റ്റ് നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ബെനിഫിറ്റ്സ്. എന്തായിരിക്കും നമ്മളിപ്പോഴും ആ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പിനെ അംഗീകരിക്കാൻ പറ്റാത്ത? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനലി അതിനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടില്ല. ആണോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അതിനെ ഒരു മറികടക്കാനും പുറത്തു പോയിട്ടുള്ള ആളുകൾക്ക് ആ ബെനിഫിറ്റ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OCI കാർഡ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതുകൊണ്ട് OCI കാർഡുള്ള ആളുകൾക്ക് ഫ്രീ ആക്സസ് ടു ഇന്ത്യ. ഓക്കെ, ഒരു തരത്തിലും ഉള്ള അവർക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തീരുമാനിക്കുന്നു നാളെ പോവാം. സാധാരണഗതിയിൽ വിസക്ക് അപ്ലൈ ചെയ്യണം, അത് സാങ്ഷൻ ആവണം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിക്കണം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ആ OCI കാർഡ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു സിറ്റിസൺഷിപ്പ്. ഈ OCI കാർഡിന് മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. അത് OCI കാർഡ് ഇന്ത്യക്ക് ഏത് സമയത്തും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം കൂടിയല്ലേ, വിത്ത് നിബന്ധനകൾ അല്ലേ? അത് അവിടുത്തെ ആ രാജ്യത്തിലെ ഇഷ്യൂസ് വരുമ്പം അത് നാച്ചുറലി വേണ്ടി ഒരു ഇന്ത്യയുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അത് ശ്രദ്ധിക്കേണ്ടി വരും. കാനഡയിൽ റീസെന്റ് പ്രൊട്ടസ്റ്റ് ചെയ്ത മറ്റേ ഖാലിസ്ഥാൻ കുറച്ച് ആളുകളുടെയൊക്കെ OCI കാർഡ് ക്യാൻസൽ ചെയ്ത അവര് ഇന്ത്യയെ പിന്നെ തകർക്കണം എന്നുള്ള ഇത് പറയുമ്പോൾ
പിന്നെ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. അത് നീ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി, എന്നിട്ട് നിനക്ക് ഇന്ത്യയിൽ വരാൻ വേണ്ടി ഞങ്ങൾ പെർമിഷൻ തരുന്നുണ്ട്, OCI കാർഡ് തരുന്നുണ്ട്, എന്നിട്ട് നീ അവിടെ പോയിട്ട് ഇന്ത്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ത്യനെ തള്ളിയും കൂടെ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരണ്ട അല്ലേ? അത്രേ ഉള്ളൂ. വെരി ഇൻട്രസ്റ്റിംഗ്. അത് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്.